ക്രിക്കറ്റ് മത്സരങ്ങൾ കാണാറുള്ളവരാണ് നമ്മൾ. എന്നാൽ വ്യത്യസ്തമായൊരു ക്രിക്കറ്റ് മത്സരം ഒരുക്കിയിരിക്കുകയാണ് കൊച്ചി വീൽചെയർ വെൽഫെയർ അസോസിയേഷൻ. തോപ്പുംപടി രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ വീൽചെയർ സൗഹൃദ ക്രിക്കറ്റ് മത്സരം അരങ്ങേറിയത്. തോപ്പുംപടി ജനമൈത്രി പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ എൻ ഷാജു ഭിന്നശേഷിക്കാർക്കൊപ്പം ബാറ്റ് വീശി ഉദ്ഘാടനം ചെയ്ത മത്സരത്തിൽ കളിക്കാരെ പ്രോത്സാഹിപ്പിക്കാനായി എത്തിയത് പ്രശസ്ത ഗായകൻ വിപിൻ സേവ്യറാണ്. ആവേശഭരിതമായ മത്സരത്തിൽ കേരള റെഡ് ടീം വിജയികളായി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും 24 പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കൊച്ചി വീൽചെയർ വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദിവ്യാംഗ് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ നടത്തിയ വീൽചെയർ സൗഹൃദ ക്രിക്കറ്റ് മത്സരം ആവേശഭരിതമായി നടന്നു. തോപ്പുംപടി രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ അരങ്ങേറിയ മത്സരത്തിൽ തോപ്പുംപടി ജനമൈത്രി പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ എൻ ഷാജു സൗഹൃദ ക്രിക്കറ്റ് മത്സരം ഉദ്ഘാടനം ചെയ്തു. ഇംഗ്ലീഷിൽ വരുമ്പോൾ നിങ്ങളെ വിശേഷിപ്പിക്കാനായിട്ട് പേരെയായിട്ട് പറയുന്നത് ഡിഫറൻസ് ഏബിൾ എന്നുള്ളത് ആ ഒരു പദമാണ്. അത് ഏറ്റവും മനോഹരമായ പദം. കാരണം ഞങ്ങളെല്ലാം രണ്ട് കാര്യം നടക്കുകയും രണ്ട് കഴിഞ്ഞ് മറ്റെല്ലാം പ്രവർത്തനാത്മകമാണ് എന്ന് പറയുമ്പോൾ പോലും പല കാര്യങ്ങളിലും ഡിസേബിൾഡാണ്. അപ്പോൾ ഡിസേബിളായിരിക്കുക എന്ന് പറയുന്നത് അതിൽ ഏബിളായിരിക്കുക. ഡിഫറൻഷ്യൽ ഏബിൾ എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും പല രീതിയിലുള്ള കഴിവുകളാണ്. നിങ്ങൾക്കും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടെങ്കിൽ തന്നെ മറ്റുള്ള ഭാഗങ്ങളിലെ ഏറ്റവും നല്ല രീതിയിലുള്ള നല്ല അധികം കഴിവുകൾ നിങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് പരിധികൾ തിരിച്ചറിഞ്ഞ് ആ പ്രവർത്തന മേഖലകൾ കുറച്ചുകൂടി വിപുലമാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മഹത്തായിട്ടുള്ളത്. അസോസിയേഷൻ സെക്രട്ടറിയും സാമൂഹിക പ്രവർത്തകനുമായ ബെന്നി പുത്തംപുരയ്ക്കൽ സ്വാഗതം ആശംസിച്ചു. അത് നമ്മൾ ഒരു 16 അംഗ ടീമിനെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വീൽചെയർ ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോൾ നമ്മൾ അതിനെപ്പറ്റി നമ്മുടെ ട്രസ്റ്റുമായിട്ട് ആലോചിച്ചു. അപ്പോൾ അവർക്ക് ഉചിതമായൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിച്ചു. കാരണം നമ്മളെക്കാളും അർഹതപ്പെട്ട ആൾക്കാർ ഈ വീൽചെയറിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ആ ലാഭമൊന്നും നോക്കിയില്ല. ഒരു 6 ടീമിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് വീൽചെയർ അസോസിയേഷനെ കളിക്കാനായിട്ട് നമ്മൾ ക്ഷണിക്കുകയാണ് ഉണ്ടായത്. അത് വളരെ പെട്ടെന്നായിരുന്നു. കാരണം ഒരാഴ്ച പോലും സമയം നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് ധനശേഖരണം നടത്താനോ ഒന്നിനും നമുക്ക് സാധിച്ചില്ല. എന്നാലും നമ്മൾ തന്നെ അതൊക്കെ ഫണ്ട് കണ്ടെത്തി വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്രിക്കറ്റ് സംഘടിപ്പിച്ചത്. നമുക്കൊരു പബ്ലിസിറ്റി പോലും കൊടുക്കാൻ പറ്റിയില്ല. ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റും ഭിന്നശേഷി അംഗവുമായ സെബാസ്റ്റ്യൻ ഡാനിയൽ അധ്യക്ഷത വഹിച്ചു. വിശിഷ്ടാതിഥിയായി എത്തിയ ഗായകൻ വിപിൻ സേവ്യർ ഭിന്നശേഷിക്കാരോടൊപ്പം ബൗൾ ചെയ്ത മത്സരത്തെ ആവേശകരമാക്കി. മത്സരത്തിൽ കേരള ബ്ലൂ ടീമിനെ ക്യാപ്റ്റൻ ജിതിനും കേരള റെഡ് ടീമിനെ ക്യാപ്റ്റൻ സ്വരൂപും നയിച്ചു. രസകരമായ പോരാട്ടത്തിന് ശേഷം കേരള റെഡ് ടീം വിജയികളായി. ഞങ്ങൾക്കൊരു അവസരം തന്നതിലും ഞങ്ങൾക്ക് കേരളത്തിൽ ഇങ്ങനെ ഒരു ഗെയിം ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കൽ ഞങ്ങളൊരു ആവശ്യമാണ് ഇന്നത്തെ സമയത്ത്. കാരണം കേരളം ഒഴിച്ച് പുറത്തേക്കുള്ള ഒരുപാട് സ്റ്റേറ്റുകൾക്കൊക്കെ ഒരുപാട് ഗവൺമെൻറ് സപ്പോർട്ടുകളുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ ഗെയിം ഉണ്ടെന്ന് പോലും ഗവൺമെൻറ്റിന് അറിയില്ല. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുന്നത് കൂടി നമുക്കൊരു അവരുടെ ഭാഗത്ത് ഒരു സപ്പോർട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു വീൽചെയറിൻ്റെ രൂപത്തിലോ ഒരു സ്പോൺസർ രൂപത്തിലോ ഒരു ബാറ്റ് കിറ്റായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതിന് ശേഷം നമുക്ക് കിട്ടുന്നൊരു പ്രതീക്ഷയുണ്ട്. അതിൽ ഇങ്ങനത്തെ ഒരു വേദി തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വിജയികൾക്ക് അസോസിയേഷൻ സെക്രട്ടറി ബെന്നി പുത്തംപുരയ്ക്കൽ ട്രോഫികൾ സമ്മാനിച്ചു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും 24 പേർ മത്സരത്തിൽ പങ്കെടുത്തു. ആരോഗ്യ സഹായത്തിനായി എടപ്പള്ളി ആസ്ഥാനമായ മൾട്ടി സ്പെഷ്യാലിറ്റി കീം ഹോൾ ക്ലിനിക്കിലെ സർജൻ ഡോക്ടർ ആർ ആദർശിന്റെ നേതൃത്വത്തിലുള്ള 5 അംഗ നഴ്സ് ടീമും വേദിയിലെ ഭിന്നശേഷിക്കാർക്ക് സൗജന്യമായി അടിയന്തര ചികിത്സ നൽകി. ചടങ്ങിന്റെ അവസാനത്തിൽ അസോസിയേഷൻ ട്രഷററും ഭിന്നശേഷി അംഗവുമായ MA സിയാദ് നന്ദി രേഖപ്പെടുത്തി. നമ്മുടെ നാട്ടിൽ ഇതിനെത്ര ജനങ്ങളിലോട്ട് അത്ര എത്തിയിട്ടില്ല. ഇപ്പോൾ ഈ വീൽചെയർ ക്രിക്കറ്റ് മാച്ച് അങ്ങനെ സംഭവമൊന്നും പൊതുവെ അങ്ങനെ ആരും കണ്ടിട്ടില്ല. പൊതുവെ ഉത്തരേന്ത്യയിലാണ് ഇതെല്ലാം നമ്മൾ കൂടുതൽ കളിക്കാൻ പോകുന്നതും മറ്റ് സ്റ്റേറ്റിലൊക്കെ കളിക്കുന്നതൊക്കെ ഉത്തരേന്ത്യയിലാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനൊരു അവസരം തന്നതിൽ അത്രയും സന്തോഷം. പിന്നെ ഞങ്ങൾക്കിത് ശരിക്കും ഒരു നല്ലൊരു സന്തോഷമുള്ളൊരു മൂമെൻ്റാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ കളിക്ക് ഇപ്പം അറിയാമല്ലോ, ഞങ്ങളെല്ലാവരും ഡിസബിൾഡാണ്, വീൽചെയറിൽ ഇരുന്ന് കളിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നോർമൽ ക്രിക്കറ്റിനെ പോലെ മറ്റെല്ലാവരും ഇങ്ങനൊരു ക്രിക്കറ്റിൻ്റെ കാര്യങ്ങളൊന്നും പല ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ അത് നമ്മുടെ നാട്ടിലാണെങ്കിലും പൊതു ആൾക്കാരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു മാച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയ ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാവർക്കും
ഒത്തിരി നന്ദി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അതെ, സ്ലിപ്പേഴ്സിന് വെറും 99 രൂപയുള്ളൂ. അത് മാത്രമല്ല കോട്ടൺ നൈറ്റിക്കും ടോപ്പിനും വെറും 199 രൂപ. നല്ല വെറൈറ്റി കുർത്തീസിന് വെറും 310 രൂപ. ഇതൊന്നും കൂടാതെ ലെഗിങ്സ്, ഷോർട്സ്, ഇതിനെല്ലാത്തിനും ഓഫർ ഉണ്ട്. The Soul Fashion near Srinarayana Hall, Chulikal, Kochi.